ഇത് ചീത്തപ്പഴം. ഹലോ, ഇന്ന് നമ്മൾ ഈ പഴം വെച്ചിട്ട് നല്ലൊരു ബനാന ബ്രെഡ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ പഴം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇത് ചീത്തപ്പഴമാണോ? ഇത് ചീത്തപ്പഴമല്ല, ഇതാണ് ഏറ്റവും നല്ല ബനാന ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല പഴം. ഇത്രയും പഴുത്തിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇച്ചിരി ഒന്ന് പഴം കറുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആരും കഴിക്കത്തില്ല. അപ്പം ഞാൻ ഈ പഴത്തിനെ അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കും. ഉണ്ടാക്കാൻ പറ്റാൻ സമയമില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ആകെ ഇതിൻ്റെ തൊലി മാത്രം ഒന്ന് കറക്കത്തേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് അപ്പം പഴുത്തിരുന്ന ആ ഒരു പാകം തന്നെയായിരിക്കും. ഇങ്ങനെ പഴുത്തിങ്ങനെ ഒത്തിരി സോഫ്റ്റ് ആയി പോകത്തൊന്നുമില്ല, നല്ല ഫേമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ പഴുത്ത അതോടെ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ഇരുന്ന് പഴുത്ത് പോകുന്നതിലും ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ആ പഴുത്ത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ചീത്ത ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പഴം. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ പഴം പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ. കാരണം അവർ സ്നാക്കായിട്ട് സ്കൂളിലും ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാറുണ്ട്. നമ്മളൊരു ഹെൽത്തി ബനാന ബ്രെഡ് അല്ല, നമ്മളൊരു ഹെൽത്തി വേർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഷോർട്സിലുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. അത് നമ്മൾ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഇത് ഇപ്പം നമ്മൾ മൈദയൊക്കെ എടുത്ത് വൺസ് ഇൻ എ വൈൽ നമുക്ക് ഇച്ചിരി ഹെൽത്തി ആകുന്നൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പം നമ്മൾ ഇതിനകത്ത് മൈദയും കുറച്ച് ഷുഗേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് മധുരം കൂടുതലാണ്, നമ്മൾ അധികം ഷുഗേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് പോവാവേ. ഇത് ആക്ച്വലി പഴുത്തതാണ്, പക്ഷെ അങ്ങനെ ആ ഒരു പഴുത്ത് ഇതായി പോയിട്ടില്ല കേട്ടോ. നമ്മളിവിടെ 3 വലിയ പഴാട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ പഴം നമ്മൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണേ. വലിയതായിട്ട് മാഷ് ചെയ്യണമെന്നൊന്നുമില്ല, ചെറിയ ചങ്ക്സ് ആയിട്ട് ചെറിയ ചെറിയ ബനാനസ് നമുക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല കേട്ടോ. അയ്യോ, എൻ്റെ അടി കാരണം മുട്ട വരെ പേടിച്ചു പോയി. സാരമില്ല, ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും, നമ്മളതെടുത്ത് മാറ്റും. അപ്പോൾ ഇവിടെ നമ്മളൊരു വലിയ ഒരു മുട്ടയാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഷുഗറായിട്ട് ഞാൻ പറഞ്ഞല്ലോ പഴത്തിന് നല്ല മധുരമായതുകൊണ്ട് 1/3 കപ്പ് ഷുഗറും പിന്നെ ബട്ടറിന് പകരം ഞാൻ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് വിടാം കേട്ടോ. പക്ഷേ എനിക്ക് കേക്ക് കുറച്ചും കൂടെ സോഫ്റ്ററായിട്ട് തോന്നാറുണ്ട് പിന്നെ ഓയിൽ ഒഴിക്കുമ്പം. ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ മൈദ എടുക്കുന്നുണ്ട്, ഓൾ പർപ്പസ് ഫ്ലവർ 1.5 കപ്പാണ് എടുക്കുന്നത്. 1.5 കപ്പ് മൈദ. ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്കിവിടെ 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാട്ടോ എടുത്തേക്കുന്നത്, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ്ചറിലോട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യില്ല കേട്ടോ. ഓവർ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കേക്ക് അത്ര നല്ല സോഫ്റ്റായിട്ട് വരത്തില്ല. നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബേക്കിംഗ് ടിൻ എടുത്തിട്ട് നമ്മൾ ഏത് ടിന്നിലാണോ എടുക്കുന്നത് ഇഷ്ടമുള്ള സൈസുള്ള ടിൻ എടുക്കാം. അതിനൊന്ന് ബട്ടർ തേക്കുകയോ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പറോ ഇട്ടിട്ട് അതിൻ്റെ മേലിലോട്ട് ഈ മിക്സ്ചർ ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ മേലിൽ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സും ആഡ് ചെയ്യാം കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തരും. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവനിൽ ഒരു 5 മിനിറ്റ്സ് ആണ് 180 ഡിഗ്രിയിൽ. എനിക്കൊരു 40 മിനിറ്റ്സ് ആയപ്പോഴേക്കും തന്നെ കേക്ക് റെഡിയായി. നിങ്ങളുടെ ഓരോ ഓവൻ പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഒരു 40-45 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഒരു ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് നടുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ബനാന ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇത് തണുത്തൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പം നമുക്ക് അത്രയും പൊടിഞ്ഞു പോകത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. ഇത് കണ്ടില്ലേ എന്ത് സോഫ്റ്റാണ്. ആക്ച്വലി നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര പഞ്ഞി പോലെ നല്ല സോഫ്റ്റും ആയിരുന്നു. മധുരമൊക്കെ ആണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്നറിയാമോ? നല്ല ബട്ടർ നമ്മളിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമ്പം നല്ല ബട്ടർ എടുത്തിട്ട് നല്ല ചൂട് ബനാന ബ്രെഡിൽ തേക്കുക. ചൂടില്ലെങ്കിൽ നമുക്കിത് ഇച്ചിരി ചൂടാക്കിയിട്ട് നല്ല ബട്ടർ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. കാണിച്ചു കൊടുത്തേ അവരെ, കാണാവോ? സോ യമ്മി. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്, ബനാന ബ്രെഡ് വിത്ത് ബട്ടർ. അത് നല്ല യമ്മിയാണേ. ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. വെറുതെ കഴിക്കുന്നതിന് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.